students, today we are discussing about the topic vehicles multiplying. What do you mean by vehicles multiplying? It means പെരുകുന്ന വാഹനങ്ങൾ. വാഹനങ്ങൾ or vehicles നമുക്ക് ഒരുപാട് സൗകര്യപ്രദമാണെങ്കിലും അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ദോഷമുണ്ടാവും. ദിവസം കൂടുന്തോറും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ് ഭവിഷ്യത്ത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ദോഷമെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദി പിക്ചർ. എന്തൊക്കെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്? ഹൗ മച്ച് ഫ്യൂവൽ ഡു ദീസ് വെഹിക്കിൾസ് കൺസ്യൂം ഡെയിലി? എത്രമാത്രം ഫ്യൂവലാണ് ദിവസവും ഈ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത്? ഫ്യൂവൽ മീൻസ് ഇന്ധനം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പെട്രോളിയം, ഡീസൽ ഇവയൊക്കെയാണ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് ലാർജ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഈസ് യൂസ്ഡ്? ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നത്? ലാർജ് എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ആൻഡ് ഫാക്ടറീസ്. അതായത് വെഹിക്കിൾസിലും ഫാക്ടറികളിലുമാണ് ഒരുപാട് എമൗണ്ട്സ് ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നത്. വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ് ഇൻ ഫ്യൂച്ചർ ഓഫ് ദ എക്സസീവ് യൂസ് ഓഫ് ഫ്യൂവൽസ്? അതായത് എക്സസീവ് യൂസ് ഓഫ് ഫ്യൂവൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് വരാൻ പോകുന്നത്? ഷോർട്ടേജ് ഓഫ് ഡീസൽ ആൻഡ് പെട്രോൾ ഫോർ വെഹിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ഡീസലും പെട്രോളും ലഭിക്കാതെ വരും. ദെൻ ഷോർട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നുണ്ടല്ലേ, കറണ്ട്, അതിൻ്റെ കുറവ് നമ്മൾ നന്നായി അനുഭവിക്കും. ഓർ ഓൾ ദ സോഴ്സ് ഓഫ് എനർജി വി യൂസ് ഇൻഎക്സോസ്റ്റിബിൾ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എനർജി സോഴ്സുകളും ഏത് കാലവും നിലനിൽക്കുന്നവയാണോ? നോ, നെവർ. അതൊരിക്കലും ഏത് കാലവും നിലനിൽക്കുന്നവയല്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ അളവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പിക്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, പെട്രോളിയം റിഫൈനറി. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് പെട്രോൾ, ഡീസൽ എക്സെട്ര ആർ സെപ്പറേറ്റഡ് ഫ്രം പെട്രോളിയം. അതായത് പെട്രോളിയം റിഫൈനറി എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിൽ നിന്ന് പെട്രോളും ഡീസലും വേർതിരിച്ചെടുക്കുന്ന ഫാക്ടറിയാണ്. മനസ്സിലായല്ലോ? അതായത് പെട്രോളിയം എന്ന് പറഞ്ഞൊരു വസ്തുവുണ്ട്. ആ വസ്തുവിൽ നിന്നാണ് പെട്രോള്, ഡീസൽ എന്നിവ വേർതിരിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ്, സോളാർ പാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ചില വീടിൻ്റെയോ അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിൽ ഇതുപോലെ പാനൽ ഘടിപ്പിച്ചിട്ടുണ്ടാവാം. സൂര്യൻ്റെ ലൈറ്റ്, അതായത് സൺലൈറ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കുകയാണ് കേട്ടോ. കറണ്ട് ഇതിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം. ദെൻ നെക്സ്റ്റ്, വിൻഡ് മിൽ, കാറ്റാടി യന്ത്രം. കാറ്റിൻ്റെ വേഗതക്കനുസരിച്ച് ഈ ഒരു മില്ല്, അതായത് ഈ യന്ത്രം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു ഊർജം, എനർജി നേടിയെടുക്കാം. അതിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് നിർമ്മിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് പെട്രോളിയം റിഫൈനറി, ദെൻ സോളാർ പാനൽ, ദെൻ വിൻഡ് മിൽ. ഓക്കെ ആണല്ലോ? ദെൻ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദീസ് ആർ എക്സോസ്റ്റിബിൾ, വിച്ച് ആർ നോട്ട്? നമ്മളിപ്പോൾ കുറച്ച് എനർജീനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. ഫസ്റ്റ് വൺ ഏതായിരുന്നു? പെട്രോള്, ഡീസല്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? സോളാർ പാനൽ അല്ലേ. അത് സൺലൈറ്റിൽ നിന്ന് നമ്മൾ എനർജി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ദെൻ വിൻഡ് മിൽ, അതായത് കാറ്റിൽ നിന്ന് നമ്മൾ എനർജി ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിട്ട് തീരുന്നതുമുണ്ട്, ഉപയോഗിച്ച് തീരാത്തവയുമുണ്ട്. അവ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ദെൻ നമുക്കിനി
കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കൺവെൻഷണൽ ഇറ്റ് മീൻസ് ഉപയോഗിച്ച് തീരുന്നത്. ആൻഡ് നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും തീരാത്തത് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് നോക്കാം. കൺവെൻഷണൽ എനർജി സോഴ്സസ്. Petroleum is formed from decayed living organism buried deep under the earth for millions of years due to some natural phenomena. അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനെ അടിയിലകപ്പെട്ടു പോയ ജൈവാവശിഷ്ടങ്ങളാണ് പിന്നീട് പെട്രോളിയം ആയി മാറിയിട്ടുള്ളത്. കോൾ ഈസ് ഫോംഡ് ഫ്രം പ്ലാന്റ് റിമെയിൻസ്. അതുപോലെ തന്നെ കോൾ അതായത് കൽക്കരി അതും ഫോം ചെയ്തിട്ടുള്ളത് ഏതിൽ നിന്നാണ്? പ്ലാന്റ്സിൻ്റെ അതായത് മരങ്ങളുടെ വേസ്റ്റുകൾ മണ്ണിനടിയിൽ കിടന്ന് ജീർണിച്ച് അതിൽ നിന്നാണ് കൽക്കരിയും ഉണ്ടായിട്ടുള്ളത്. ദീസ് ആർ കോൾഡ് ഫോസിൽ ഫ്യൂവൽസ്. അതുകൊണ്ട് തന്നെ പെട്രോളിയത്തിനെയും അതുപോലെ തന്നെ കോൾ ഇവ രണ്ടിനെയും നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്നാണ് അറിയപ്പെടുന്നത്. Such fuels cannot be replenished once they get exhausted. ഇവ ഉപയോഗിച്ച് തീർന്നു പോയാൽ നമ്മൾക്കൊരിക്കലും പുനർനിർമ്മിക്കാൻ കഴിയാത്തതാണ്. ദേ ആർ കോൾഡ് കൺവെൻഷണൽ ഫ്യൂവൽസ്. അതുകൊണ്ട് ഇവയെ നമുക്ക് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതായതുകൊണ്ട് നമ്മൾ ഇവയെ കൺവെൻഷണൽ ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നു. ഇൻ ഫ്യൂച്ചർ നമ്മളുടെ ഭാവിയിൽ കൺവെൻഷണൽ ഫ്യൂവൽസ് വിൽ ഗെറ്റ് എക്സോസ്റ്റഡ് ഇഫ് നോട്ട് ജുഡീഷ്യലി യൂസ്ഡ്. ഉപയോഗം നിയന്ത്രിച്ചില്ല എങ്കിൽ നമ്മളുടെ ഭാവിയിൽ ഈ കൺവെൻഷണൽ ഫ്യൂവൽസ് തീർന്നു പോകാം. പെട്രോളിയം ഈസ് മെയിൻലി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് പെട്രോൾ, ഡീസൽ, കെറോസിൻ, ടാർ ആൻഡ് LPG. പെട്രോളിയം എന്ന് പറയുന്ന കൺവെൻഷണൽ ഫ്യൂവൽസ് നമ്മൾ എന്തെല്ലാം നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്? പെട്രോള്, ഡീസല്, അതുപോലെ തന്നെ കെറോസിൻ മണ്ണെണ്ണ, പിന്നെയോ ടാർ നമ്മുടെ റോഡ് പണിക്കൊക്കെ യൂസ് ചെയ്യാറില്ലേ ടാർ, ദെൻ LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്. വീട്ടിലൊക്കെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ലേ ഗ്യാസ് സ്റ്റൗ, അതിനൊരു സിലിണ്ടർ ഉണ്ടാവും അല്ലേ, അതിൽ നിറച്ചിരിക്കുന്നത് LPG എന്ന് പറയുന്ന ഫ്യൂവലാണ്. അപ്പോൾ ഇതെല്ലാം മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫ്യൂവൽസാണ് കേട്ടോ. ഇൻ അഡീഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് മെനി പ്രൊഡക്ട്സ് ലൈക്ക് പെസ്റ്റിസൈഡ്, പ്ലാസ്റ്റിക് ആൻഡ് മെഡിസിൻ. നമ്മളീ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ, പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, ടാറ്, LPG. ഇവ കൂടാതെ മറ്റ് ചില കാര്യങ്ങൾക്കും പെട്രോളിയം അല്ലെങ്കിൽ കൺവെൻഷണൽ ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതിനൊക്കെയാണ്? മാനുഫാക്ചർ ഓഫ് മെനി പ്രൊഡക്ട്സ് ലൈക്ക് പെസ്റ്റിസൈഡ് മീൻസ് കീടനാശിനി, ദെൻ പ്ലാസ്റ്റിക് ചില പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ദെൻ മെഡിസിൻസ് മരുന്നുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഹൗവർ much they are used solar energy, wind and sea waves are energy sources which are inexhaustible. അതായത് സോളാർ എനർജി സൺലൈറ്റിൽ നിന്നുണ്ടാകുന്ന എനർജി, വിൻഡ് കാറ്റിൽ നിന്നുണ്ടാകുന്ന എനർജി, ദെൻ സീ വേവ്സ് തിരമാലയിൽ നിന്നുണ്ടാകുന്ന എനർജി. ഇവ മൂന്നും നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചാലും തീരാത്തവയാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അവയെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ടേക്ക് പേജ് നമ്പർ 63 ആൻഡ് ലിസൺ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ഫസ്റ്റ് വൺ, സോളാർ പാനൽ റീപ്ലേസ്ഡ് അറ്റ് ദ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. സ്പേസ് എന്താണെന്ന് അറിയാമല്ലോ, സണ്ണും അതുപോലെ തന്നെ പ്ലാനറ്റ്സൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ് സ്പേസ്. അവിടെ സോളാർ പാനൽ റീപ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സോളാർ പാനൽ അവിടെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ മനുഷ്യരവിടെ സോളാർ പാനൽ കൊണ്ടുപോയി വെക്കണ്ടേ? അതെന്തിനാണ്? സൺലൈറ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കാനാണ്. ദെൻ നെക്സ്റ്റ്, ISRO ലോഞ്ചസ് ബസ് യൂസിങ് ഹൈഡ്രജൻ ആസ് ഫ്യൂവൽസ്. ISRO ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ട് ഓടുന്ന ബസ്
പുറത്തിറക്കിയത്. സാധാരണ ബസ്സിലൊക്കെ പെട്രോളും ഡീസലൊക്കെയാണ് ഒഴിക്കുന്നത്. എന്നാൽ പെട്രോളും ഡീസലിനും പുറമെ ഹൈഡ്രജൻ നിറച്ചിട്ട് നമ്മൾക്ക് ബസ് ഓടിക്കാം എന്ന് ISRO കാണിച്ചു തന്നു. ദെൻ തേർഡ് വൺ, ഡൽഹി വിൻഡ് പവർ പ്രൊജക്റ്റ് അലോട്ടഡ് മോർ ഫണ്ട്സ് ഇൻ ദ ബഡ്ജറ്റ്. ഡൽഹിയിലാണ് വിൻഡ് പവർ പ്രൊജക്റ്റ്, അറിയാലോ, നമ്മുടെ കാറ്റാടി യന്ത്രം ഉപയോഗിച്ചിട്ട് എനർജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട്, അതായത് തുക അനുവദിച്ചു എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഓഫ് എനർജി സോഴ്സസ് മെൻഷൻ ഇൻ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്? നമ്മളിപ്പോൾ കുറച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് വായിച്ചു അല്ലേ? അതിൽ എന്തെല്ലാം പോസിബിലിറ്റികളാണ്, സാധ്യതകളാണ് നമ്മൾ വായിച്ചത്. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സോളാർ പാനലിനെ കുറിച്ചായിരുന്നു അല്ലേ? സോളാർ പാനൽ നമുക്ക് സൺലൈറ്റിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാം. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഏതാണ്? ഹൈഡ്രജൻ ഉപയോഗിച്ച് നമ്മൾക്ക് വെഹിക്കിൾസ് ഓടിക്കാം. പിന്നെ പറഞ്ഞത് എന്താണ്? വിൻഡ് മിൽ, അതായത് വിൻഡിൽ നിന്ന്, കാറ്റിൽ നിന്നും നമുക്ക് എനർജി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് റോക്കറ്റ്സൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഈ റോക്കറ്റ്സിലൊക്കെ ഹൈഡ്രജൻ യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രജൻ ഫ്യൂവലാക്കിയിട്ടാണ് ഈ റോക്കറ്റ്സൊക്കെ പറക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വിൻഡ് മില്ല് നമ്മൾ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡിവൈസസ് വർക്കിംഗ് ഓൺ സോളാർ എനർജി. സോളാർ എനർജി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസസിൻ്റെ നെയിംസ് ലിസ്റ്റ് ചെയ്യാൻ. ഡു യു ഹാവ് എനി ഓഫ് ദം അറ്റ് ഹോം? ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ? സോളാർ ലാമ്പ്, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ കുക്കർ, കാൽക്കുലേറ്റർ, വാച്ചസ്, കാർസ് എക്സെട്ര. സോളാർ ലാമ്പ് അറിയോ? അതായത് നമ്മൾ സോളാറിൽ വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ലൈറ്റ് കത്തിക്കാം. ഈ റോഡ് സൈഡിലൊക്കെ രാത്രി കത്തുന്ന ചില ലൈറ്റുകൾ കണ്ടില്ലേ? അത് പകൽ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് അത് എനർജി, അതായത് ബാറ്ററി പോലെ അതിൽ ചാർജ് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് നൈറ്റിൽ അത് കത്തിക്കും. ദെൻ സോളാർ വാട്ടർ ഹീറ്റർ. സോളാർ വാട്ടർ ഹീറ്റർ അറിയോ? എന്താ ചെയ്യുന്നത്? സൺലൈറ്റിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുക, ചൂടാക്കുക. എന്നിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. സോളാർ കുക്കർ. കുക്കർ അറിയാമല്ലോ, കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതും സോളാറിൽ വെച്ച് നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. കാൽക്കുലേറ്റർ. ദെൻ വാച്ചസ്, നമ്മൾ ടൈം നോക്കാൻ യൂസ് ചെയ്യുന്ന വാച്ച്. ദെൻ കാർസ്. കാർ അറിയാലോ, യാത്ര ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കാർ. അതും സോളാർ വെച്ചിട്ട് നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മേക്കിംഗ് മാക്സിമം യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഫോർ അവർ നീഡ്സ്? നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോൺ കൺവെൻഷണൽ സോഴ്സ് എനർജികൾ, അതായത് ഉപയോഗിച്ചാൽ തീരാത്ത എനർജികൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാലുള്ള അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതായത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി യൂസ് ചെയ്താൽ അതൊരിക്കലും ഉപയോഗിച്ചാലും കഴിയാത്തതാണല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് ക്യാഷ് ലാഭിക്കാം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സുകളാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ദെൻ ഈ പിക്ചേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സോളാർ എനർജി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ്. കാൽക്കുലേറ്റർ, സോളാർ സ്ട്രീറ്റ് ലാമ്പ്, തെരുവ് വിളക്കുകൾ കേട്ടോ. ദെൻ സോളാർ ഹീറ്റർ, ദെൻ സോളാർ കുക്കർ. ഓക്കെ ആണല്ലോ? ഈ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഡിജിറ്റ് കണ്ടില്ലേ, ഇങ്ങനെ 113 എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ താഴായിട്ട് ചെറിയ ബ്ലാക്ക് ഇതായിട്ടൊരു ലൈന് കണ്ടോ? അതാണ് സോളാറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന അപ്പാരറ്റസ്. അപ്പോൾ അതിൽ സൺലൈറ്റ് തട്ടിക്കഴിഞ്ഞാലാണ് അത് ചാർജ് ആവുക. ആ ചാർജിനനുസരിച്ചാണ് കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നത്. സോളാർ സ്ട്രീറ്റ് ലാമ്പിൻ്റെ മുകളിലായിട്ട് ഒരു സോളാർ പാനൽ കണ്ടല്ലോ, അതിൽ സൺലൈറ്റ് തട്ടുമ്പോൾ അത് ചാർജ് ആവും.
ദെൻ സോളാർ ഹീറ്ററിൽ ഇങ്ങനെ കുഴൽ പോലെ കിടക്കുന്ന കുറച്ച് കമ്പികൾ കണ്ടല്ലോ, അതിനാണ് ചാർജ് ആവുന്നത്. ദെൻ സോളാർ കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുഴിഞ്ഞു നിൽക്കുന്നൊരു ഭാഗം കണ്ടില്ലേ, അതിൽ സൺലൈറ്റ് തട്ടിക്കഴിയുമ്പോൾ അത് കൂടുതലായിട്ട് ഹീറ്റാവും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. നിങ്ങളിപ്പോൾ കുറച്ച് പിക്ചേഴ്സ് കണ്ടല്ലോ. ഡു ഓൾ ദീസ് ഡിവൈസസ് വർക്ക് യൂസിങ് ദ എനർജി ഫ്രം സൺലൈറ്റ്. ഇവയെല്ലാം വർക്ക് ചെയ്യുന്നത് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി യൂസ് ചെയ്താണല്ലോ. സോളാർ സെൽ ഈസ് എ ഡിവൈസസ് വിച്ച് കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതായത് സോളാർ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിവൈസാണ്. ആ ഡിവൈസ് എന്താണ് ചെയ്യുന്നത്? സോളാർ എനർജി, അതായത് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു, അതായത് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. സോളാർ പാനൽസ് കണ്ടെയ്ൻ റോസ് ഓഫ് സോളാർ സെൽസ്. സോളാർ പാനലിൽ സോളാർ സെൽസ് ഇങ്ങനെ റോ ആയിട്ട് ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ടാവാം. ദീസ് ആർ റെക്ടാങ്കുലർ പാനൽ മെയ്ഡ് ഓഫ് സിലിക്കൺ. അതായത് റെക്ടാങ്കുലർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരത്തിലുള്ള ഒരു പലകയാണ്, പാനലാണ്. അത് സിലിക്കൺ എന്ന് പറഞ്ഞ വസ്തു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ അഡ്വാൻറ്റേജസ് ഓഫ് എനർജി ആർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻഎക്സോസ്റ്റിബിൾ ആൻഡ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഉപയോഗിച്ചാൽ കഴിയുന്നില്ല, അതുപോലെ തന്നെ ഒരിക്കലും മലിനീകരണം ഉണ്ടാക്കുന്നുമില്ല. lamps, cookers, water heaters and calculators working with solar energy are widely used nowadays. ഇന്നും നമ്മൾക്ക് എവിടെയും ലഭിക്കുന്നതാണ് ഈ സോളാർ ഉപയോഗിച്ചിട്ടുള്ള ലാമ്പുകളും കുക്കർ, ഹീറ്റർ, കാൽക്കുലേറ്റർ എന്നിവ. ഓക്കെ ആണല്ലോ. ഇതുവരെ നമ്മൾ സോളാർ എനർജിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തതല്ലേ. ഇനി നമുക്ക് വിൻഡ് എനർജിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു പിക്ചർ ഉണ്ടല്ലോ, വിൻഡ് ഫാം. അതായത് വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരുപാട് വിൻഡ് മില്ലുകൾ ഒരു പാടത്ത്, അതായത് ഒഴിഞ്ഞ പ്രദേശത്ത് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ കാറ്റ് കിട്ടുന്നതിനനുസരിച്ച് ഇത് തിരിയും, അതായത് റൊട്ടേറ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് എനർജി നിർമ്മിച്ചെടുക്കാം. The blade of the mill rotate by the power of wind. This rotation leads to the working of generator. This electricity is produced. അതായത് കാറ്റിൻ്റെ ശക്തി കാരണം ഈ ബ്ലേഡുകളെല്ലാം റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ബ്ലേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഫാന് പോലെയാണല്ലോ, അതിൻ്റെ ഓരോ ഇതളുകളുണ്ട്, അതിനെയാണ് ബ്ലേഡ്സ് എന്ന് പറയുന്നത്. അത് കാറ്റിൻ്റെ ശക്തി കാരണം തിരിയാൻ തുടങ്ങും. ഈ റൊട്ടേഷൻ എന്ത് ചെയ്യും? ജനറേറ്ററിന് വർക്ക് ചെയ്യിപ്പിക്കും. അതിനെ കണക്റ്റായിട്ടൊരു ജനറേറ്റർ ഉണ്ടാവും, അതിനെ വർക്ക് ചെയ്യിപ്പിക്കും. ദിസ് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ഇലക്ട്രിസിറ്റി, കറണ്ട് ഉണ്ടാവുന്നു. Okay, it's enough. Today our discussing topic is conventional and non-conventional energy sources. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. കൺവെൻഷണൽ എനർജി സോഴ്സ് നോട്ട് ബി റീപ്ലനിഷ്ഡ്. അതൊരിക്കലും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. എക്സാമ്പിൾസ് ആർ പെട്രോൾ ആൻഡ് കോൾ. ദെൻ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ആർ solar energy, wind energy, etc. They are inexhaustible. അത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്. പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള എനർജി സോഴ്സുകളാണിത്. ഓക്കെ ആണല്ലോ. Then we will meet in the next class.